ഞങ്ങളിന്ന് ഗ്ലാസ്ഗോന്ന് ബെൽഫാസ്റ്റിലേക്ക് പോവുകയാണ്. ബസ്സിലാണ് പുറപ്പെട്ടിരിക്കുന്നത്. അത് കുറച്ച് ദൂരം ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഫെറിയിൽ ബസ് കയറ്റിയിട്ടാണ് ബെൽഫാസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഒന്ന് രണ്ട് ദൃശ്യങ്ങളാണിതെല്ലാം. കടലിന് നടുക്കൊരു പാറുണ്ട്. ഞങ്ങൾ സീഷോറിലെത്തി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫെറിയിലേക്ക് കയറും. കടലിലെത്തി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫെറിയിലേക്ക് കയറും. ബസ്സോടുകൂടി കയറ്റും. പിന്നെ നമുക്ക് ഫെറിയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു 2 മണിക്കൂർ നേരം ഫെറിയിൽ കൂടെ വരണം. ഐറിഷ് ചാനലാണ്. ഐറിഷ് ചാനൽ ഈ കടൽ. ഞങ്ങളിപ്പോൾ ബെൽഫാസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലിരുന്ന് എടുക്കുന്ന നേരം കൊണ്ടേ ഇത് കുറച്ച് ദൂരം അങ്ങനെ പോയിട്ട് പിന്നെ ഫെറിയിലേക്ക് കയറ്റും ഈ ബസ്. അങ്ങനെ മെഴ്സറസ് ബെൻസിൻ്റെ കേട്ടോ ബസ്സുകൾ മുഴുവൻ ഇവിടെ ഓൾമോസ്റ്റ്. എന്ത് രസാ ബസ് കാണാൻ അറിയോ. ബസ്സൊന്നും പോണത് അറിയേയില്ല. എയറോപ്ലെയിൻ പോണമാതിരി സൈലൻ്റ് ആയിട്ടാണ് പോണത്. റോഡും അതുമാതിരി തന്നെയാണ്. എന്നാലും ബസ്സുകളൊക്കെ അങ്ങനെ എന്തായെന്ന് പറയുക, ഭയങ്കര നല്ല വലിയ സൈസ് ബസ്സുകളാണ്. പക്ഷേ ബസ്സുകളൊന്നും പോണതൊന്നും അറിയില്ല. ഓടിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ്. അതാ രസം. ഡ്രൈവേഴ്സ് മിക്കവാറും സ്ത്രീകളാണ്. ഇത്രയും വലിയ ബസ് അവരൊരു കാർ ഓടിക്കുന്ന ലാഘവത്തോടു കൂടിയിട്ടാണ് ഓടിക്കുന്നത്. അതാണ് അതിൻ്റെ രസം. വെറും കാർ ഓടിക്കുന്ന മാതിരിയാണ് ഓടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സിമ്പിളായിട്ടാണ്. മെഴ്സറസ് ബെൻസിൻ്റെ അല്ലേ ബസ്സുകളൊക്കെ, ബെൻസിൻ്റെ ബസ്സുകളാണ്. എന്താ നല്ല ഡബിൾ മറ്റേ ഷോക്ക് അബ്സോർവറും ട്രിപ്പിൾ ഷോക്ക് അബ്സോർവർ കാരണം കൊണ്ട് നമ്മൾ ഇരിക്കണമെന്നൊന്നും അറിയില്ല. വണ്ടി സൈലൻ്റ് ആയിട്ടാണ് പോകുന്നത്. 10-70 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. പിന്നെ ഡ്രൈവിംഗ് ഡീസൻസി അത്ര നല്ലതല്ല ഇവിടെ. അത് കാരണം കൊണ്ട് ഒന്നും അറിയില്ല. പക്ഷേ അതായത് യു കെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് അങ്ങനെ സമ്പാദിക്കാനൊന്നും പറ്റില്ല. കാരണം ഇവിടെ കിട്ടുന്നത് ഇവിടെ തന്നെ ചിലവാകും. പക്ഷേ ലൈഫിൻ്റെ സ്റ്റൈല് ആൻഡ് എന്താണെന്ന് പറയുക, ലൈഫിൽ ആ ഒരു ഡീസൻറ്റ് ലൈഫ്, പിന്നെ ക്വാളിറ്റി ലൈഫ്, അതാണ് ഇതിൻ്റെ വാക്ക്. ക്വാളിറ്റി ലൈഫ് അതൊക്കെയാണ് അതിൽ അനുഭവിക്കാൻ പറ്റുന്നത്. ക്വാളിറ്റി ലൈഫ്. റോഡൊക്കെ അത്രയും നീറ്റ്. നമ്മുടെ അവിടുത്തെ മാതിരി ചവറോ ഒന്നുമില്ല. ഈവൻ എന്തായാലും പറയാം, ദൈവം സഹായിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു പൊടിയില്ല, മണ്ണില്ല. അത് കാരണം ആർക്കും ഡസ്റ്റ് അലർജി ഒന്നുമില്ല. വളരെ നീറ്റായിട്ടാണ് അറിയുക. ബലൻട്രി എന്നാണ് അതിൻ്റെ പേര് ഈ സ്ഥലത്തിൻ്റെ. ഇവിടെ ഒരു ചർച്ച് കാര്യങ്ങൾ ഉണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ ഒരുപാട് കളർ കോമ്പിനേഷനൊന്നുമില്ല. ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ. ഇതാണ് ഫെറി ടെർമിനൽ. ഇനിയിപ്പോൾ സ്റ്റെന ലൈൻ എന്നുള്ളൊരു ക്രൂയിസ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതിലാണോ അറിയില്ല. ഫെറി ടെർമിനലാണ്. ഇത് കഴിഞ്ഞാൽ ഫെറി ആയി. നമുക്ക് ഇനി ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫെറിയാണ്. ഇതാണ് ക്രൂയിസ്. അപ്പോൾ അതിലേക്ക് കയറാൻ നിൽക്കുന്നത്. അതിലേക്കുള്ള റോഡാണ്. ഇനിയിപ്പോൾ ഓരോ വണ്ടികളായിട്ട് അതിലേക്ക് കയറും. ഈ ക്രൂയിസിലാണ് കയറുന്നത്. ആ കാണുന്നത് അതിലേക്കുള്ള റോഡാണ്. നമ്മുടെ ഈ ബസ് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറും. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ട് കാപ്പിയും ചായയൊക്കെ കുടിക്കാം. അങ്ങനെ ഇത് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ അയർലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പുറത്തേക്ക് ഇറക്കും. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഒരു 2 മണിക്കൂർ ക്രൂയിസിൽ പോകണം. അപ്പോൾ ഞങ്ങൾ ക്രൂയിസിൽ കയറി കടലിലേക്ക് പോവുകയാണ്. ബോട്ട്
ക്രൂയിസ് നീങ്ങാൻ തുടങ്ങിട്ടോ. ഇനി ഞങ്ങൾ ഓരോ വീഡിയോ കാണിച്ചു തരാം. ഇത് കപ്പലാണ് ഞങ്ങളുടെ. ഇതാണ് ക്രൂയിസ് കപ്പല്. ഇതിൽ കയറി വലിയ കപ്പലാണ് ക്രൂയിസ്. അപ്പോൾ ഡെക്ക് 6ലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ 7, 8 ഒക്കെ ഉണ്ട്. അവിടെ പോയി നോക്കട്ടെ. ഇത് കപ്പലിലുള്ള ഇത് ലൈഫ് കപ്പൽ നീങ്ങാൻ തുടങ്ങി കഴിഞ്ഞു. ഞങ്ങൾ കപ്പലിലാണ് ഇപ്പോൾ പോകുന്നത്. ഒരു വലിയ ക്രൂയിസ് എന്ന് പറയും. കണ്ടോ, കപ്പലെന്ന് പറയാൻ ക്രൂയിസാണ്. വലിയ കപ്പലും അല്ല, ബോട്ടും അല്ല. പക്ഷേ ഞങ്ങളുടെ വണ്ടിയൊക്കെ ഇതിൽ കയറി ഒരു 8-10 വണ്ടി ഇതിൽ കയറി കഴിഞ്ഞു എന്നുള്ളതാണ്. 10ഒന്നുമല്ല, അതിലും കൂടുതൽ വണ്ടികളൊക്കെ, അതായത് കാറ്, ലോറി, ബസ് എന്ന് തുടങ്ങി പലതും ഇതിൽ കയറി എന്നുള്ളതാണ്. അതൊക്കെ ഇതിൽ കയറ്റി വെച്ചു. ഇനി ഒരു 2-2.5 മണിക്കൂർ ഇതിലാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതിന്ന് ഇറങ്ങണം. സോ വി ആർ ഇൻസൈഡ് ദ ഷിപ്പ് ടേക്കിംഗ് ഫുഡ്. Inside the ship. ഷിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കടലിൽ. അപ്പോൾ ഞങ്ങളിവിടെ ഡൈനിങ് ഏരിയയിൽ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഉണ്ടല്ലോ, വലിയ ഷിപ്പാട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏരിയ കാണിച്ചു തരാം, ഭക്ഷണം കഴിക്കുന്ന ഏരിയ കാണിച്ചു തരാം. കടലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, കടലിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഐറിഷ് സീ ആണ്, ഐറിഷ് സീ. അത് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ. കുറേ ആൾക്കാർ കിടന്നു പോകുന്നുണ്ട്, ആൾക്കാർ ബീവറൊക്കെ കഴിക്കുന്നുണ്ട്. ഇതൊരു എന്താ ഷോപ്പിംഗ് സെൻ്ററാണ്. അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വാങ്ങാനും ഉള്ളൊരു ഷോപ്പിംഗ് സെൻ്ററാണ്. ഇതൊരു ലോഞ്ചാണ്. എക്സൈസ് ബാത്റൂംസ് ഉണ്ട്, കുട്ടികളെ ചെയ്യാനുള്ള സ്ഥലമുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. മുകളിലേക്ക് പോവാം, നോക്കട്ടെ. ഇവിടെയും റെസ്റ്റോറൻറ്റും കാര്യങ്ങൾ തന്നെയാണ്. കാർ ഡെക്ക് മുകളിൽ സ്റ്റേന പ്ലസ് ലോഞ്ച്, ട്രക്കേഴ്സ് ലോഞ്ച്, പബ്ലിക് ഏരിയ 8. ഇതും പബ്ബും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതും ഭക്ഷണം കഴിക്കുന്ന ലോഞ്ച് തന്നെയാണ്. ഹോട്ട് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്, ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ക്യൂ നിൽക്കുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇത് പബ്ലിക് ഏരിയയാണ്. എന്താണ് ഇത്? ഇതും ഒരു ലോഞ്ച് തന്നെയാണ്. നമ്മുടെ വീഡിയോ ഗെയിം നോക്കിയിട്ട് ഇത് വീഡിയോ ഗെയിം.
വീഡിയോ ഗെയിം കളിക്കാനുള്ള ഏരിയ ആണത്. കണ്ടില്ലേ, ആൾക്കാരൊക്കെ പലരും ഇവിടെ നിൽക്കണ്ട. ഇനി ടോപ്പിലേക്ക് കയറുകയൊക്കെ ചെയ്യാം, പക്ഷെ അവിടെ ലോക്ക് ചെയ്തിരിക്കുക, കയറാൻ പാടില്ല അവർക്ക്. ആഹാ, നല്ല രസമുണ്ട്. നമ്മൾ കരയിൽ നിന്ന് ഒരുപാട് ദൂരെയൊന്നുമല്ല, എന്നാലും അപ്പോൾ ഞങ്ങളിതാ കപ്പലിൻ്റെ മുകളിലെത്തി. കാറ്റുണ്ട്, തണുപ്പുണ്ട്, വെയിലുണ്ട്. കപ്പലിൻ്റെ ഈ സൈഡ് ബാക്ക് സൈഡാണ്. താങ്ക് യു. സ്റ്റെന സൂപ്പർ ഫാസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇത് അവിടെ ഇതുണ്ട്, പുക പോണുണ്ടോ കപ്പലിൻ്റെ ബാക്കിൽ നിന്ന്. ഇതൊരു ലൈഫ് ബോട്ടാണ്, ചോട്ടിലേക്ക് പോവാ. നീങ്ങ അയർലൻഡ് എത്താറായി തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് വലിയ താമസം ഉണ്ടാവില്ല, ഇറങ്ങാറായി ഉണ്ടാവും. നമ്മൾ ഏകദേശം തീരത്തിനോടടുത്തു. കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങളിപ്പോൾ അയർലൻഡിലെത്തി. നോർത്തേൺ അയർലൻഡിൽ ബെൽഫാസ്റ്റ് എന്നുള്ള സ്ഥലത്ത് ഞങ്ങളിപ്പോൾ എത്തി. ഷിപ്പ് കുറച്ച് വൈകിപ്പോയി. ഷിപ്പിൽ അവിടെ മറ്റേ ബെൽഫാസ്റ്റ് പോർട്ടിൽ ചെറിയൊരു ഫയർ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഷിപ്പ് പോർട്ടിൻ്റെ അവിടത്തേക്ക് വന്നില്ല, കുറേ ദൂരം മാറി നിന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നു, ഷിപ്പിൽ തന്നെ ഫ്രീ ആയിട്ട് ഭക്ഷണമൊക്കെ തന്നു, ഡിന്നറും ഒക്കെ തന്നു, കോഫി തുടങ്ങിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നു. അപ്പോൾ സുഖമായിട്ട് ഷിപ്പ് എൻജോയ് ചെയ്തു എന്ന് പറയാം. ഒരു 6-7 മണിക്കൂർ ഷിപ്പിലിരുന്ന് എൻജോയ് ചെയ്തു. ഞങ്ങൾ 11 മണിക്ക് ഷിപ്പിൽ കയറിയിട്ട് വൈകുന്നേരം 7 മണിക്കാണ് ഷിപ്പിൽ നിന്ന് ഇറങ്ങിയത്, 7:30-ക്ക്. അതുവരെ ഷിപ്പിൽ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. എനിവേ അടിച്ചു പൊളിച്ചു, വിത്ത് ഫ്രീ ഫുഡ് ആൻഡ് ഓൾ. അതിങ്ങനെയും നന്നായി. ശരി. ആദ്യം അത്ര പ്രതീക്ഷിച്ചില്ല, പക്ഷേ നല്ലോണം പോലെ എൻജോയ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ബെൽഫാസ്റ്റിലെത്തി. ബെൽഫാസ്റ്റിലിപ്പോൾ അവിടെ ബസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് പിന്നെ നാളെ ആക്ടിവിറ്റി ഇറങ്ങണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.